മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്കൊരു നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിക്കുക, യഥാർത്ഥ തൗഹീദിലേക്ക് വരിക. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയം സമാധാനമടയുക. അല്ലാഹു എന്ന ചിന്തയും സ്മരണയുമാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നത്. മതം വേണ്ട, പടച്ചോൻ വേണ്ട, ദൈവം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നവർ പിന്നീട് അങ്കലാപ്പിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണോ? അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണത് കിട്ടുക, ദിക്ർ കൊണ്ടാണത് ലഭിക്കുക. അമ്പിയാക്കന്മാര് ഈ കാര്യം ജനങ്ങളോട് ഗൗരവത്തോടെ പഠിപ്പിച്ചു. 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാര് അതാത് നാടുകളിൽ പഠിപ്പിച്ചു. നമുക്കൊക്കെ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? പറയാൻ താല്പര്യമുണ്ടോ? മുമ്പ് നിയോഗിച്ച എല്ലാ നബിമാരെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹയി കൊടുക്കാതെ പോയിട്ടില്ല. എന്താ വഹയി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരാരാധ്യനില്ല എന്ന് പറയാത്ത, വഹയി കൊടുക്കാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല. അപ്പൊ ആ നബിമാർക്ക് കൊടുത്ത വഹയിന്റെ പ്രധാന കാതൽ അതായിരുന്നു. അവർ നാട്ടിൽ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞതും അള്ളാഹുവിനെ ആരാധിക്കാനും വിശ്വസിക്കാനുമായിരുന്നു. നമ്മളോടും ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഇലാഹില്ല എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. ഈ ദുനിയാവിൽ മാത്രല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ വിശ്വാസം ശരിപ്പെടണം. ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി, അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഹദീസിൽ പറഞ്ഞ വാക്കാണ്, ഒരാൾക്ക് നരകം ഹറാമാക്കിയിട്ടുണ്ട്. ആരാണ് അയാൾ? മൻ ഖാല, ഒരുത്തൻ പറഞ്ഞ ഒരുത്തനാണ്. എന്ത് പറഞ്ഞവൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ്, അല്ല ജീവിതത്തിൽ ഒരിക്കൽ തന്റെ കൽബിൽ നിന്ന് ഉറച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പുണ്യവും വജ്ഹും ഉദ്ദേശിച്ച് അത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അവനെ നരകം നിഷിദ്ധമാക്കുകയാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആശയത്തെ തന്റെ പ്രിയപ്പെട്ട നാടുകളിൽ ചെന്ന് സംസാരിച്ചപ്പോഴൊക്കെ നല്ല വിമർശനങ്ങൾ ഉണ്ടായി. ഭരണാധികാരികൾ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല പ്രതികൂലമായ ഒട്ടനേകം പ്രശ്നങ്ങളുണ്ടായി. അതിലെല്ലാം പിടിച്ച് അദ്ദേഹം എഴുതിയ കിതാബിൽ കാണാം, മാദാ യസ്നഉ അഅദാഇ ബി, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം എന്നെ കൊല്ലാനല്ലേ പറ്റുക. എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന ജന്നതി വബുസ്താനി ഫീ സദരി, എന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടവും എന്റെ നെഞ്ചിലാണ്. അത് തകർക്കാൻ കഴിയുമോ? എന്റെ ഈമാനിലാണ്, എന്റെ തൗഹീദിലാണ് എന്റെ സ്വർഗം കിടക്കുന്നത്. അതിനെ തകർക്കാൻ, എന്റെ ശരീരത്തിനെ തകർത്താൽ, എന്നെ ജയിലിൽ അടച്ചാൽ, എന്നെ കൊന്നുകളഞ്ഞാൽ, ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് കഴിയുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ച് തൗഹീദിലേക്ക് മുറുകെ പിടിച്ച് ശരിയായി ജീവിച്ചില്ലെങ്കിൽ, വമയുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർത്ത് ഒരാൾ ജീവിച്ചാൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തുനിന്ന് നിലത്തേക്ക് വീണ പോലെയാണ്. 2000 മീറ്റർ ഉയർത്തി പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ, ഒരു 4000 മീറ്റർ ഉയർത്തി പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണവന്റെ അവസ്ഥ എന്താണ്? ആകാശത്തുനിന്ന് താഴേക്ക് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവൻ. എന്നിട്ട് ഖുർആൻ പറയാ, ഫതഖ്തഫുഹു ത്വയ്റു, ഒന്നുകിൽ ആ വീഴുന്നതിന്റെ ഇടയിൽ അവനെ പക്ഷികൾ വന്ന് റാഞ്ചിയെടുക്കാം. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖിൻ, അല്ലെങ്കിൽ ദൂരമായ ഏതെങ്കിലും മലമുകളിലേക്ക്, പാറമടയിലേക്ക് എവിടെയെങ്കിലും അവനെ കാറ്റുകൊണ്ടുപോയി അടിച്ച് തകിടം മറിഞ്ഞേക്കാം. അവന്റെ കഥ കഴിഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ ശിർക്ക് സംഭവിക്കുന്ന മനുഷ്യന്റെ ജീവിതം ആടി ഉലഞ്ഞ ജീവിതമാണ്, തകർന്ന് തരിപ്പണമായ ജീവിതമാണ്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിലേക്ക് അവന്റെ കാര്യങ്ങൾ കൈവിട്ടു പോകും, ചെരടറ്റു പോകുന്ന പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നൊരാൾ തിരിഞ്ഞു നടന്നാൽ കുടുസേറിയ ജീവിതം അയാൾ കിട്ടുകൊടുക്കും. നമ്മുടെ കൽബിനെ ഈമാൻ കൊണ്ട് നിറക്കണം, തൗഹീദ് കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം. വികലമായ തെറ്റായ സകല അന്ധവിശ്വാസങ്ങളെയും വലിച്ചെറിയാൻ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. ഒരു കറുത്ത പൂച്ച ചാടിയതിന്റെ പേരിൽ നമ്മുടെ യാത്ര മുടങ്ങൂല. 13 എന്നുള്ള നമ്പർ കണ്ടാൽ നമ്മൾ ഞെട്ടൂല. ഒരു ദിവസം യാത്രക്കിറങ്ങുമ്പോൾ ആ ദിവസം മോശമായി നമുക്കൊരു തോന്നലുണ്ടാവില്ല.
എപ്പോഴാണ് സംഭവിക്കുക? നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം ശരിയായി കയറുമ്പോഴാണ്. അതാണ് മഹാരഥന്മാരായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന, ഒരു മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അതിൽ നിന്ന് പുണ്യം കിട്ടുന്ന, അതിൽ നിന്ന് രോഗശമനം കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അശ്ശിർക്കു യുശത്തിത്തുൽ ഖൽബ, ഹൃദയങ്ങളെ ശിഥിലമാക്കുന്ന വിശ്വാസമാണ് ശിർക്ക്. വയുഫരിഖുൽ ഹമൂമ, അവന്റെ ടെൻഷനുകളും ആദികളും ഉത്കണ്ഠകളും വർദ്ധിപ്പിക്കുന്നതായിരിക്കും അവന് ശിർക്ക് സംഭവിക്കുമ്പോൾ. വയജഅലുൽ അബ്ദ ഫീ ഹിറത്തിൻ ദായിമ, എപ്പോഴും പരിഭ്രാന്തിയിലായിരിക്കും. അവൻക്ക് നഹ്സിന്റെ പേടി ഉണ്ടാകും, അവൻക്ക് കറുത്ത പൂച്ചനെ പേടിയുണ്ടാകും, ഒറ്റ മൈനനെ കാണുമ്പോൾ ബേജാറുണ്ടാകും. അങ്ങനെ എന്തിലും ഏതിലും അവന്റെ ജീവിതം അല്ലെ, എത്ര സുന്ദരമായ ഒരു മനോഹരമായ വീടുണ്ടാക്കി, ആ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നില്ല, വെളിച്ചല്ല, നമ്മൾ ആ വീടിനെ കുറിച്ച് എന്താണ് പറയാ എന്നതുപോലെയാണ് നല്ല വിശാലമായ ഈ ഹൃദയത്തിനകത്തേക്ക് തൗഹീദിന്റെ വെളിച്ചം കയറാതെ പോയാൽ ഇരുട്ടാണ് അവന്റെ ജീവിതം. എല്ലാം കൊണ്ടും അവന് ഭയത്തിലും ബേജാറിലുമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച തൗഹീദിന്റെ മനുഷ്യന്റെ മുമ്പിൽ എന്ത് കൂരിരുമ്പുകൾ തറക്കുന്ന പ്രതിസന്ധി വന്നാലും അവൻ തവക്കുലാക്കും. ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്, ഇതെനിക്ക് പടച്ചോൻ തന്നതാണ്, ഇത് പടച്ചോൻ കരകയറ്റാൻ സാധിക്കുന്നവനാണ്. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഇത് അള്ളാന്റെ തീരുമാനത്തിൽ രേഖയിലുള്ളതാണ്, അള്ളാനെ കൊണ്ട് സംഭവിച്ചതാണ്, അവനാണ് നമ്മുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാനെ തവക്കുലാക്കിക്കോ. ചരട് വേണ്ട, ഏലസ് വേണ്ട, ഐക്കല്ല് വേണ്ട, ഹോമങ്ങൾ വേണ്ട, ജപങ്ങൾ വേണ്ട, പടച്ചോനിൽ തവക്കുലാക്കി നീ നിന്റെ പ്രയാസങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ നോക്കിക്കോ. ഏതൊക്കെ പരാജയങ്ങളിലും നഷ്ടങ്ങൾ സംഭവിച്ചാലും തളരാത്ത ഒരു മനസ്സിന്റെ ഉടമയാകാൻ തൗഹീദ് സ്വീകരിച്ച ഒരു വ്യക്തിക്കാണ് സാധിക്കുക. ഒരു മനുഷ്യൻ ഈ യഥാർത്ഥ പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദ് എന്ന നിർഭയത്വത്തിന്റെ സന്ദേശം പഠിക്കാതെ പോയാൽ, ഉൾക്കൊള്ളാതെ പോയാൽ, അന്തമില്ലാത്ത ഭയമാണ് അയാളെ വേട്ടയാടുക. എന്തിനും ഏതിനും പേടിയായിരിക്കും. ഒരു കച്ചവടത്തിലും അയാൾക്ക് ശരിക്കും ഇറങ്ങാൻ കഴിയില്ല, അയാൾക്കൊരു വീട് പണി ശരിക്കും തുടങ്ങാൻ പറ്റൂല. 100 കൂട്ടം പൊല്ലാപ്പുകളായിരിക്കും. സൃഷ്ടികളുടെ അടിമത്തത്തിൽ വീഴും. മനസ്സമാധാനമില്ലാതെ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ അയാൾ ചെയ്ത കർമ്മങ്ങൾ മൊത്തം നിഷ്ഫലമാകും, പരലോകത്ത് സ്വീകരിക്കപ്പെടാതെ പോകും. അയാൾ ഒരുപാട് പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ നിലവാരം തകർച്ചയാകും. പരലോകത്ത് ശാശ്വതമായ പരാജയം, മാനസികമായ അങ്ങേയറ്റത്തെ കുടുസത, എന്തിനേറെ സാമ്പത്തികമായി ഒട്ടേറെ ചൂഷണങ്ങൾക്ക് ഈ മനുഷ്യന്മാരെ വിധേയരാക്കും. ഒരു മുടിവെള്ളം കൊണ്ടുവന്ന് കേരളത്തിൽ 10,000 രൂപക്ക് കുടിപ്പിച്ചത് നമ്മുടെ കേരളത്തിലാണ്. ആളുകളെ സാമ്പത്തികമായി ദിക്റിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ, മക്കാമുകളുടെ പേരിൽ, ദർഗകളുടെ പേരിൽ, ഉറൂസിന്റെ പേരിൽ സാമ്പത്തികമായി ലക്ഷങ്ങളാണ് ആഴ്ചകൾക്കുള്ളിൽ വാരിക്കോരി കൂട്ടിക്കൊണ്ടുവന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റും. ഈ തൗഹീദ് നഷ്ടപ്പെട്ടാൽ മരിക്കുന്ന സമയത്ത് പരിഭ്രാന്തിയോടെ ആകെ ഹാലളകിയ അവസ്ഥയിൽ പിടുത്തം കിട്ടാത്ത മരണമായിരിക്കും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുക. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്താണ്, ഹക്കിന്റെ കൂടെ ജീവിച്ചോ. ലഖദ് ജനാകും ബിൽ ഹഖി, നബിയെ നിങ്ങളെ ഒരു ഹക്കുമായിട്ടാണ് നിയോഗിച്ചയച്ചിട്ടുള്ളത്. വലാകിന്ന അക്സറകും ലിൽ ഹഖി കാരിഹൂൻ, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഹക്കിനോട് വെറുപ്പായിരിക്കും. എത്ര കറക്റ്റാ! സത്യവുമായിട്ടാണ്, തൗഹീദുമായിട്ടാണ് അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചത്. സത്യത്തിനോട് ഭൂരിഭാഗം ആളുകൾക്കും എതിർപ്പും വിമർശനങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ സത്യത്തിനെ വിടാതിരിക്കണം. സത്യം മുറുകെ പിടിച്ചോ, സത്യത്തിനെ കൈവിടേണ്ട. ആളുകൾ ആരൊക്കെ നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ സത്യത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന വ്യത്യസ്തങ്ങളായ അവസ്ഥകളും വിശ്വാസങ്ങളും വ്യത്യസ്തങ്ങളായ ഘടകങ്ങളും ഇന്ന് നമ്മുടെ പ്രദേശത്ത് കണ്ണൂരും ചക്കരക്കല്ലും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കാതെ പഠിക്കാതെ പോയ ഒരുപാട് ആളുകൾ വീണ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയി ജീവിതം നഷ്ടപ്പെട്ടവരുടെ കഥനകഥകൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. അവർ ഒരു ദീനിന്റെ ആളുകളായിരുന്നു. എന്താണ് അവർ ദീനാണെന്ന് പറഞ്ഞത്? ദിവ്യഗർഭമുണ്ടാക്കി തരുന്നയാളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് പോയത്. സൂഫിസം നമ്മുടെ നാട്ടിൽ അങ്ങേയറ്റത്തെ അല്ലാതെ ആളുകളുടെ വീടുകളുടെ അകത്തേക്ക് കയറി വന്നൊരു കാലമാണ്. ഹിജറ 3ലും 4ലും നൂറ്റാണ്ടുകളിലുമാണ് ഈ സൂഫിസം എന്ന ധാര നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ലോകത്ത് കടന്നു വന്നത്. തസവ്വുഫ് എന്നാണ് അറബിയിൽ പറയാം. അങ്ങനെ ഒരു വാക്ക് ഹദീസിലുമില്ല, ഖുർആനിലുമില്ല. ഇവർ ദീനിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യേകമായ ചില രീതികളും വേഷങ്ങളും അതുപോലെ തന്നെ ദിക്റുകളും ഒക്കെ ഉണ്ടാക്കി ഇവർ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ദീനിന്റെ വക്താക്കളായി മാറുകയാണ്. ആ സൂഫിസത്തിന്റെ ഉള്ളിലൂടെ പിന്നെ കടന്നു പോകുന്നത് ത്വരീഖത്തുകളിലേക്കാണ്.
ഇവിടെയാണ് വിശ്വാസികൾ പഠിക്കേണ്ടത്. എന്താണ് ഇതിന്റെ അകത്തുള്ള ഈ പുറത്ത് കാണുന്ന അവരുടെ പാട്ടും പുറത്ത് കാണുന്ന അവരുടെ ദിക്റൊന്നുമല്ല സൂഫിസം എന്ന് തിരിച്ചറിയാത്ത മനുഷ്യന്മാർ എത്ര പേരാണ് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായി 2 ഷെയ്ഖുമാരുണ്ടാകും. ഒന്ന് ഷെയ്ഖ് മുരീദ് എന്നും ഒന്ന് ഷെയ്ഖ് മുറബി എന്ന് പറഞ്ഞ ആളുണ്ടാവും. ഷെയ്ഖ് മുരീദ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ക്രമേണ അയാൾ പതുക്കെ പതുക്കെ വളർന്ന് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് തുടങ്ങിയ പിന്നെ ഷെയ്ഖ് മുറബിയായിട്ട് മാറും. ആദ്യം ഇയാള് ഫക്കീർ ഒരു ഷെയ്ഖിനെ തേടി അലഞ്ഞ് നടക്കുന്ന അവസ്ഥയ്ക്ക് എത്തും. ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ കിട്ടണമെന്ന് ഇങ്ങനെ തെരഞ്ഞു നടക്കും. എന്നിട്ട് പോയിട്ട് ഈ ഷെയ്ഖിന് പോയിട്ട് ഇയാൾ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്യും. പിന്നെ ഇയാൾ മുരീദായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഷെയ്ഖിന് അയാൾ ഇന്ന് ഭാര്യനെ പോയി തൊലാക്ക് ചെല്ലണമെന്ന് ഷെയ്ഖ് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കും. നിന്റെ ഭാര്യനെ എനിക്ക് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കണം. എന്തും ചെയ്യണം. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കടത്തിയ പോലെയാണ്. അയാൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സൂഫിസം കൊടുക്കുന്നത്. അവിടുന്നും കരകയറാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമ്മുടെ യഥാർത്ഥ തൗഹീദിന്റെ നേർവിപരീതമാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയത് അല്ലാഹയല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ല. എന്ത് ചെയ്യുന്നതും അല്ലാഹയാണ് ലക്ഷ്യം. അവർ ചെയ്യുന്നതിന് അവർ നരകമോചനം ഒരു ലക്ഷ്യമല്ല, അല്ലാഹയാണ് നമ്മുടെ ലക്ഷ്യം. എന്തും ചെയ്യുന്നതൊക്കെ അതാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒന്നില്ല. കല്ലല്ലയാണ്, ഞാൻ അല്ലാഹയാണ്, നീ അല്ലാഹയാണ്, മരമല്ലയാണ്, എല്ലാം അല്ലാഹയാണ്. അങ്ങനെ കടന്ന് കയറി വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറി അള്ളാഹുവിനെ പറ്റി പോലും അവരുടെ വിശ്വാസം ലോകത്തുള്ളതെല്ലാം വഹദത്തുൽ വജൂദ്, എല്ലാം അല്ലാഹയാണ്. ഇതാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ ആ വേഷം, ആ പാട്ടും, ആ ഗസലൊക്കെ കേട്ട് നോക്കുമ്പോ ഇതാണ് ഇസ്ലാം എന്ന് കേട്ട് ധരിച്ചു പോകുക. ഇത് മാത്രല്ല, റസൂലിനെ കുറിച്ച് പോലും സൂഫികളുടെ കിതാബിൽ ബസ്താമി എഴുതി വെക്കുകയാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷെയ്ഖിന്റെ ദർജയിലേക്ക് പോലും എത്താത്ത വ്യക്തിനാണ്. അഥവാ റസൂലിനേക്കാൾ ദർജയാണ് ഷെയ്ഖിന്. ഔലിയാക്കന്മാരെ പറ്റി എന്താ വിശ്വാസം? നബിമാരെക്കാൾ ഫളിൽ കൂടുതലാണ് ഔലിയാക്കന്മാർക്ക്. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയുടെ മേലെയാണ് സൂഫിസത്തിന്റെ വിശ്വാസങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഫിർഔനെ കുറിച്ച് എന്താണ് വിശ്വാസം? ഫിർഔൻ യഥാർത്ഥ സ്വർഗാവകാശിയാണ്. അവർക്ക് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞല്ലോ. ഫിർഔൻ റബ്ബിൽ ലയിച്ചവനാണ്. അതാണ് അവരുടെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സൂഫിസത്തിലൂടെ ഒന്നുകൂടി ദർജ കൂടി വരികയാണ് നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ത്വരീഖത്തുകൾ. നമ്മുടെ പരിസരങ്ങളിൽ കിടക്കുന്ന പല പോസ്റ്ററുകളും പല മെസ്സേജുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, പ്രാദേശിക ചാനലുകളിലൊക്കെ വന്നിരിക്കുന്ന വാർത്തകളിൽ നമ്മുടെ പ്രദേശത്തും ത്വരീഖത്തുകൾ വ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ത്വരീഖത്തിൽ മെമ്പറാകണം. ഒരേ ഒരൊറ്റ ത്വരീഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു തട്ടിപ്പുണ്ടാവില്ല, അതിലൊരു തരികടുണ്ടാവില്ല. അത് യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ത്വരീഖത്താണ്. ആ മാർഗം വിട്ടുകൊണ്ട് പിഴച്ച നാനാവിധ ഭക്തി പ്രസ്ഥാനങ്ങൾ നമ്മുടെ പരിസരത്ത് കൂടെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖായിട്ടും മുറബിയായിട്ടും ഒരുപാട് നിബന്ധനകൾ കയറി വരികയാണ്. ഹിജ്റ 6-7 നൂറ്റാണ്ടുകളിലാണ് ഇത് വ്യാപിച്ചത് ലോകത്ത്. പ്രധാനമായി ഖാദിരിയ, റിഫാഇയ, അഹ്മദിയ, ബുർഹാനിയ എന്നീ ത്വരീഖത്തുകളാണ് ലോകത്തുള്ളത്. അതിന് പുറമെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന്റെ ശാഖകളായി ആലുവ ത്വരീഖത്ത്, സിക്കന്ദറ ത്വരീഖത്ത്, തീജാനി ത്വരീഖത്ത്, ഇങ്ങനെ നീണ്ടു കിടക്കണം. ഒരു ത്വരീഖത്തിൽ കിടക്കുന്ന വ്യക്തി മറ്റൊരു ത്വരീഖത്തിനോട് മിണ്ടൂല. ഒരു ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തി മറ്റൊരു ത്വരീഖത്തുകാരന് കല്യാണം കഴിച്ചു കൊടുക്കൂല. ഭയങ്കരമായ വിരോധങ്ങളുടെ, ശത്രുതയുടെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്ന വ്യത്യസ്ത തലങ്ങളിലാണ് ഇവർ പോകുന്നത്. അങ്ങനെ എന്റെ വാക്കല്ല, നിങ്ങൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇബ്നു അറബി എന്ന് പറയുന്ന ഒരു ത്വരീഖത്തുകാരൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഞാൻ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനി 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 എന്നാണ്. അല്ലാഹ് പരിശുദ്ധനാണെന്നല്ല, ഞാനും അല്ലാഹയാണ്, അവനും അല്ലാഹയാണ്. ഞാൻ സുബ്ഹാനി, ഞാൻ പരിശുദ്ധനാന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹ് പരിശുദ്ധനാണ്. ഇങ്ങനെ മനുഷ്യന്മാരെ അങ്കലാപ്പിലേക്ക് തള്ളിവിടുന്ന, എന്തിനേറെ ത്വരീഖത്തിന്റെ ആ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയാൽ മദ്യപിക്കുന്ന ഷെയ്ഖ്, വ്യഭിചരിക്കുന്ന ഷെയ്ഖ്, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഷെയ്ഖ്, ചുരുട്ടു വലിക്കുന്ന ഷെയ്ഖ്, ഒന്നും ഹറാമല്ല. അയാൾ അല്ലാഹുവിൽ ലയിച്ചു എന്നാണ് ഈ പിഴച്ചവരുടെ പഠിപ്പിക്കൽ. ഇസ്ലാമിന്റെ അടിത്തറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹറാമുകൾ പോലും ഹലാലാക്കി മാറ്റിക്കൊടുക്കുന്ന പിഴച്ച ത്വരീഖത്തുകൾ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരുത്താനും പറയാനും പഠിപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഈ സൂചനകൾ നൽകിയത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് തീജാനി എന്ന് പറയുന്ന ഒരു ത്വരീഖത്താണ്.
ഈ ത്വരീഖത്തുകാരുടെ വിശ്വാസം അങ്ങേയറ്റത്തെ പിഴവിന്റെ മാരകമായ വേർഷനാണ്. അതാണ് ഇബ്രാഹിം നബിനെ ആക്ഷേപിക്കുക, ഇസ്മായിൽ നബിനെ ആക്ഷേപിക്കുക, അതുപോലെ തന്നെ ബദരീങ്ങളെ മോശമാക്കി സംസാരിക്കുക. ഇങ്ങനെ ഒട്ടനേകം. എന്തിന്? അവർ ചൊല്ലുന്ന പുതിയ സ്വലാത്ത്, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തിൽ അവർക്ക് വേറെ സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ്. നമ്മുടെ ഉമ്മമാരൊക്കെ ഇരുന്ന് പുണ്യത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹു ലിമാ ഖലഖ് വൽ ഖാതിമു ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ബിൽ ഹാദി എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുക. എന്താണ് ആ സ്വലാത്തിനെ പറ്റി പഠിപ്പിച്ചെന്നറിയോ? 60,000 പ്രാവശ്യം ഖുർആൻ ഓതുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഇത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. പിന്നെ ആരെങ്കിലും അള്ളാന്റെ ഖുർആനിക്ക് പോകുമോ? 60,000 പ്രാവശ്യം ഖുർആൻ ഓതുന്നതിനേക്കാൾ മഹത്വവും പ്രതിഫലമുണ്ട് ഇവർ കൊണ്ടുവന്ന ഈ ത്വരീഖത്തിന്റെ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയാൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ത്വരീഖത്തിലെ ശൈഖിനെ പോയി കണ്ട സ്വർഗം കിട്ടും. അവൻ കാഫിറായാ പോലും കണ്ടാ മതി, നോക്കിയാ സ്വർഗം കിട്ടും. അദ്ദേഹത്തിന്റെ മുൻ മാതാക്കളും പിതാക്കളും മുഴുവൻ മുരീദന്മാരെല്ലാവരും സ്വർഗത്തിലാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന വികലവാദങ്ങൾ നമ്മുടെ നാടിന്റെ ഉള്ളിൽ നമ്മുടെ നിർഭയത്വം കളയുന്ന വികല വിശ്വാസങ്ങൾ പെരുക. ഷിഈസം, ഷിയാക്കൾ ലോകത്തുണ്ടാക്കിയ ഫിത്നയുടെ ശർറ് എത്രയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഏറ്റവും പിഴച്ചവരായ റാഫിളകളെക്കാൾ തെമ്മാടികളായ ഒരു വിഭാഗമില്ല. ഷിയാക്കളെ കുറിച്ചാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അല്ലദീ യഷ്തമു അസ്ഹാബുൻ നബി ലൈസ ലഹു നസീബുൻ ഫിൽ ഇസ്ലാം. നബിനെയും സ്വഹാബത്തിനെയും വിമർശിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരുത്തനും ഇസ്ലാമിൽ റോളില്ല. ഒരു മുസ്ലിം എന്നതിൽ റോൾ അവർക്കില്ല. ഇതാണ് നമ്മളെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അഹ്ലുബൈത്തുകാരെ സ്നേഹിക്കുന്നു എന്ന പേര് പറഞ്ഞ് അഹ്ലുബൈത്തിനോട് കാപട്യം കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുതാക്കുക, അലി റളിയല്ലാഹു അൻഹുവിനെ നബിനേക്കാൾ ഉയർത്തുക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മോശക്കാരനാക്കുക, നബിയുടെ മക്കൾ നബിക്കുള്ളതല്ലാന്ന് വാദിക്കുക, ഫാത്തിമ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതാണെന്ന് കർബലയിൽ എന്ന് വാദിച്ചു നടക്കുക. ഈ സ്വഹാബത്തിനെ മുഴുവൻ കാഫിറാക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നടത്തി ഈ ലോകത്ത് നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ ആ മനുഷ്യ, ഉമർ റളിയല്ലാഹുവിന്റെ കൊലയാളിക്ക് ഷുജാഇ ബാബ എന്ന് എഴുതിയിട്ട് ദർഗയുണ്ടാക്കി പൂജിക്കുന്നവരാണ് ഷിയാക്കൾ. ഇവരെ എങ്ങനെയാണ് നമ്മൾ മഹത്വവൽക്കരിക്കുക? ഇവരെ എങ്ങനെയാണ് നമ്മൾ ഷഹീദായി പ്രഖ്യാപിക്കുക? ഈ ജൂദായിസത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചു, ഹദീസുകളെ തള്ളി, സ്വഹാബത്തിനെ മോശക്കാരാക്കി, ചരിത്രത്തെ വക്രീകരിച്ചു. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല, 17,000 ആയത്തുള്ള ഉസൂലുൽ കാഫി എന്നറിയപ്പെടുന്ന ഗ്രന്ഥമായ ഞങ്ങളുടെ ഖുർആനാണ് ശരിക്കുള്ള ഖുർആൻ എന്ന് ഷിയാക്കൾ ലോകത്ത് പറഞ്ഞു നടന്നു. ഈ വിശ്വാസങ്ങളെ, ഈ നിലക്കുള്ള അബദ്ധങ്ങളെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ഗൗരവത്തോടെ കാണേണ്ടതും പഠിക്കേണ്ടതുമായ പലതുമുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്.